തന്നെ ബേജാറാക്കല്ലേ താഴെ എടുത്തേക്ക് പോളി മേഡത്തിന് ഓഫീസിലാക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വണ്ടി കാരണത്ത് വേറെ വണ്ടി കൊടുത്തിട്ടേക്കണം. നോക്കി നോക്കുമ്പോൾ എന്താ വീട്ടിലത്തെ പൂളിക്ക് വെള്ളമടിക്കാൻ വന്ന വണ്ടിയാണ് ഇത്. പിന്നെ ചൂട് ടൈമിൽ മാത്രമേ ഈ പൂള് പുറത്തേക്ക് എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ എടുത്ത് വെക്കും, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നേരെ മേഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഈത്തപ്പഴം കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊണ്ടുകൊടുത്ത് അങ്ങനെ റൂമിൽ തിരിച്ച് വന്നപ്പോൾ ഫിറോസും രാജേഷും കൂടിയിട്ട് ഭയങ്കര പണിയിലാണ്. അവന് ഫോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലെന്തോ സെറ്റിങ്സൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫിറോസ് പിന്നെ വലിയ ടെക്നീഷ്യനാണ്. അവിടെ എനിക്ക് റോളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഉറക്കം നമ്മൾ മെയിനാണല്ലോ. ആ ഉറങ്ങി നീറ്റ് ചോറ് കഴിക്കുന്ന ടൈമിലാണ് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഫിറോസ് ആ ചൂടത്ത് നിന്നിട്ട് ആരായിട്ട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് ബിരിയാണിയാണ്. ഇന്നത്തെ ബിരിയാണിക്ക് വലിയ ഇഷ്ടമായില്ല, അതുകൊണ്ട് മസാല ഒന്നും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് റസാക്ക തേങ്ങാച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബിരിയാണി അവിടെ സൈഡാക്കിയിട്ട് ഞാൻ തേങ്ങാച്ചോറും കഴിച്ച് രാജേഷ് ബിരിയാണിയും കഴിച്ച്. ശരിക്കും ഈ ടൈമിലൊക്കെയാണ് നമുക്ക് വീട് മിസ്സാവുക. സാധാരണ നമ്മൾ വീട്ടിൽ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കഴിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അതും പറയാം. ഇവിടെ കുറ്റം പറച്ചിലില്ല, ഒന്നുമില്ല. കഴിഞ്ഞ പ്ലേറ്റ് കഴുകിയേക്കുക, മുണ്ടാണ്ടൊരു ഭാഗത്ത് പോയിരിക്കുക. അങ്ങനെ കുറച്ച് ഞങ്ങൾ കിച്ചണിൽ നിന്നിട്ട് നാട്ടിൽ പോണ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. രാജേഷ് പോണില്ലാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ പോക്കാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് 7 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാനുള്ള ടൈമായിട്ടില്ല. അങ്ങനെ ചർച്ചകളൊന്നും എവിടെ എത്താത്ത സ്ഥിതിക്ക് നേരെ റൂമിൽ പോയി കിടക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് കാലത്ത് ഉറങ്ങിയോണ്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് കുറച്ച് നേരം പടം കണ്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മാഡം വിളിച്ചെടുക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് മാഡത്തിനടുത്തൊന്ന് കിച്ചണിൽ വന്നപ്പോൾ റസാക്ക അവിടെ തണ്ണിമത്തം കൊടുന്ന് വെച്ചിട്ടുണ്ട്, അതും കട്ട് ചെയ്തിരുന്നു അവിടെ. അപ്പോൾ ഇന്നത്തെ ഏതാണ്ടൊക്കെ തീരുമാനമായിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്കും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.